എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിനു ശങ്കർ, നാച്ചുറൽ ഹീലിംഗ് സെൻറ്റർ കൊയിലാണ്ടി, കോഴിക്കോട്. കഴിഞ്ഞ ആഴ്ച ഒരു വേദിയിൽ വെച്ചൊരു ചോദ്യമുണ്ടായി. ആ ചോദ്യം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞ ശേഷം അന്ന് ഞാൻ തീരുമാനിച്ചതാണ് അതെനിക്കൊരു വീഡിയോ ആക്കി മാറ്റണം. ഇന്ന് ഞാൻ ആ ചോദ്യത്തിന് ഉത്തരമാണ് എൻ്റെ വീഡിയോ ആക്കി മാറ്റിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചോദ്യം മറ്റൊന്നുമല്ല, എന്തുകൊണ്ടാണ് ഇവിടെ ഏറ്റവും വലിയ കെട്ടിടങ്ങളൊക്കെ അലോപ്പതിയുടെ ആയി മാറുന്നത്? ഇപ്പൊ നമുക്ക് ആയുർവേദം നമുക്കറിയാം, കോട്ടക്കൽ വളരെ വലുതാണ്. എന്നിരുന്നാലും അവിടെ ലിമിറ്റേഷൻസ് ഉണ്ട്, അല്ലേ? ഒരിക്കലും എന്താണ് ഒരു അലോപ്പതി ഹോസ്പിറ്റലിന്റെ കെട്ടിടം പോലെയോ ഒരു അലോപ്പതി ഹോസ്പിറ്റലിൽ വൻ വ്യവസായമായിരിക്കുന്ന പോലെ ഒന്നും തന്നെ ആയുർവേദമോ ഹോമിയോപ്പതിയോ നാച്ചുറോപ്പതിയോ ഒന്നും വരുന്നില്ല. അതെന്തുകൊണ്ട്? വളരെ വലിയ ചോദ്യമാണ് ശരിക്കും. വളരെ നല്ലൊരു ചോദ്യമാണ്. വളരെ ഉള്ളിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ് ശരിക്കും. അറിയാനുള്ള തീവ്രമായിട്ട് അറിയാനുള്ള ഒരു ആഗ്രഹത്തിൽ നിന്ന് വന്നൊരു ചോദ്യമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കാരണം അതിന് കുറേ കാരണങ്ങളുണ്ട് ശരിക്കും. എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാന ഒരു കാരണം നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അതെടുത്തു പറയേണ്ട പ്രധാന കാര്യം. കാരണം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് രോഗം വന്നാൽ മരുന്ന് കഴിക്കണം എന്നാണ്. രോഗം വന്നാൽ മരുന്ന് എന്നുള്ള അരക്കെട്ട് ഉറപ്പിച്ചൊരു വിശ്വാസത്തിലാണ് ഈ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം വളർന്നു വരുന്നത്. ഒന്ന്, പിന്നെ രോഗാണുക്കളാണ് രോഗം ഉണ്ടാക്കുന്നതെന്നാണ്. ശ്രദ്ധിക്കണം, അങ്ങനെ നമ്മൾ പണ്ടേ പഠിച്ചു വന്നു. ആ ഒരു ശീലം തലമുറകളായി നമ്മളോട് പോയി. 2004 ശേഷം WHO തന്നെ പറഞ്ഞു, 90% രോഗത്തിനും കാരണം ജീവിതശൈലിയാണ്. 90% രോഗത്തിനും കാരണം ജീവിതശൈലിയാണെങ്കിൽ ആ ജീവിതശൈലിക്ക് പരിഹാരം കാണുകയാണ് ശരിക്കും വേണ്ടത്. ആ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെ ജീവിതശൈലി മാറ്റാതെ മരുന്ന് കൊണ്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഒന്നാന്തരം വിഡ്ഢിത്തരമാണ്. പ്രതിസന്ധി ഘട്ടങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് മരുന്നെടുത്താലും ലൈഫ് സ്റ്റൈൽ മാറ്റിയാൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, ശരിയായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവുള്ളൂ. അപ്പം ഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്നത് രോഗം വന്നാൽ ഉടനെ മരുന്ന് കഴിച്ച് മാറ്റണം, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളായി തീരും. അങ്ങനെയാണ് പ്രചരണങ്ങൾ വരുന്നത്. പനി വന്നാലും വേഗം കാണിച്ച് മാറ്റിയില്ലെങ്കിൽ പനി വലിയ പ്രയാസത്തിലേക്ക് പോകും. അങ്ങനെയുള്ളൊരു പ്രചരണങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടും, അതുപോലെ തന്നെ നമുക്ക് നമ്മളെ പഠിപ്പിക്കുന്നതൊക്കെ എന്താ പറയുക, ഈ ഒരു മെത്തേഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ജനങ്ങളുടെ വിശ്വാസം കൂടുതൽ എന്തിലാവുന്നുണ്ട്, അലോപ്പതിയിലാവുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആ അലോപ്പതിയിൽ പല രോഗങ്ങളും പരിഹരിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഇപ്പൊ വീണ്ടും ഹോമിയോപ്പതിയും ആയുർവേദവും നാച്ചുറോപ്പതിയിലൊക്കെ ആൾക്കാർ ഇങ്ങനെ വർദ്ധിച്ചു വരാൻ തുടങ്ങിയത്. പല രോഗങ്ങളും വേണ്ട വിധം പരിഹരിക്കാൻ പറ്റാതെ വന്നപ്പോൾ മറ്റ് ചികിത്സകൾക്കും പ്രാധാന്യമുണ്ടായി. മറ്റ് ചികിത്സകളൊക്കെ വളർന്നു വരാനുള്ള കാരണം റിസൾട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പൊ നാച്ചുറോപ്പതി ആയാലും ഹോമിയോപ്പതി ആയാലും ആയുർവേദ ആയാലും ഒക്കെ അതിലൊക്കെ റിസൾട്ട് കാണുന്നുണ്ട്. റിസൾട്ട് ഇല്ലാതെ ഒരിക്കലും ഒരു ചികിത്സാശാസ്ത്രവും വളരില്ല. അപ്പോൾ റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് എല്ലാ ചികിത്സാശാസ്ത്രവും വളരുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇതിൽ നമ്മുടെ അലോപ്പതി ഏറ്റവും ഫസ്റ്റായി നിൽക്കുന്നുള്ളതിന് പ്രധാന കാരണം, ഒന്ന് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും, രണ്ടാമത്തത് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് അവർ എന്ത് കേസുകളും കൈകാര്യം അത്യാഹിതം എന്ന് പറഞ്ഞൊരു വിഭാഗം അവർക്കുള്ളതാണ്. ഈ അത്യാഹിതം എന്നുള്ളൊരു വിഭാഗം, അപകടം വന്ന് കേസുകളൊക്കെ എടുക്കുന്ന ഈ അത്യാഹിതം എന്നുള്ള ഒരു വിഭാഗം അവർക്ക് ഉണ്ടാവാൻ്റെ പിന്നിൽ അതിൻ്റെ നട്ടെല്ല്, അത്യാഹിത വിഭാഗത്തിന്റെ നട്ടെല്ല് എന്താണ്? അത് ശസ്ത്രക്രിയയാണ്. ശസ്ത്രക്രിയ അവരെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത്യാഹിത വിഭാഗം ശസ്ത്രക്രിയ അവരെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അലോപ്പതി ബിസിനസ് ഇത്രയും വലിയൊരു ബിസിനസ്സായി മാറി. അലോപ്പതി ബിസിനസ് തന്നെ പറയണം, എന്താ പറയുക, ഇത്രയും ഡെവലപ്പ് ചെയ്ത് വലിയ വലിയ ബിൽഡിങ്ങിലൊക്കെ കാണാൻ തുടങ്ങിയത് അതുകൊണ്ടാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ മറ്റു വൈദ്യശാസ്ത്രങ്ങളൊന്നും തന്നെ എന്താ പറയുക, ഒരു ഒരു പരിമിതമായ അളവിൽ നിൽക്കാനുള്ള കാരണവും അത് തന്നെയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ശസ്ത്രക്രിയ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കും ശസ്ത്രക്രിയ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹോമിയോപ്പതിക്കാരും ആയുർവേദക്കാരും സമരം ചെയ്തതായിട്ട് എനിക്കറിയാവുന്നതാണ്, കേട്ടിട്ടുണ്ട്. മുമ്പ് 5 വർഷത്തോളം അവർ സമരം ചെയ്തിട്ടുണ്ട് എന്നാണ് കേട്ടത്. അതിന്റെ ഭാഗമായിട്ട് BHMSന്റെ സിലബസിൽ
ശസ്ത്രക്രിയയെക്കുറിച്ച് പഠിക്കാനുണ്ടെന്ന് മാത്രം. എന്നാലും പൂർണ്ണമായിട്ടും ഈ ശസ്ത്രക്രിയ ആർക്ക് വിട്ടുകൊടുത്തിട്ടില്ല, മറ്റ് ചികിത്സകർക്ക് വിട്ടുകൊടുത്തിട്ടില്ല. എനിവേ, എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ ഹോമിയോപ്പതി ആയുർവേദക്കാർക്ക് ശസ്ത്രക്രിയ അത്യാഹിതം അവരും കൂടെ തുടങ്ങുകയാണെങ്കിൽ ഒരു സംശയവുമില്ല. ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്. ശസ്ത്രക്രിയ ആയുർവേദക്കാർക്കോ ഹോമിയോപ്പതിക്കാർക്കോ കൂടെ വിട്ടുകൊടുക്കുകയാണെങ്കിലും ഒരു സംശയവുമില്ല, ബേബി എമ്മൂറ് പോലെ മിംസ് പോലെയും ഒക്കെ തന്നെ ആ ചികിത്സാശാസ്ത്രം എന്താവും, വൻകെട്ടിടങ്ങളിലേക്ക് മാറും, വലിയൊരു വ്യവസായ സമ്പ്രദായമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ഇന്ന് പ്രധാനമായിട്ട് അതുകൊണ്ടാണ് എന്നുള്ളത് പലപ്പോഴും അതുകൊണ്ട്. കാരണം നമുക്ക് ഒന്നാമത് എന്താ വെച്ചാൽ നമ്മളെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന ഏറ്റവും വലിയ സംഭവങ്ങളാണ് നമുക്ക് വലുതായിട്ട് ഫീൽ ചെയ്യാം. വലിയൊരു പ്രധാന ഘടകമാണ് അത്, അല്ലേ? നമ്മളൊന്ന് കോഴിക്കോട് ടൗണിലേക്കൊന്ന് ഇറങ്ങുകയാണെങ്കിൽ അലോപ്പതി ഹോസ്പിറ്റൽ എത്ര ഭീമാകാരമായ, അല്ലേ, എത്ര വലിയ ഹോസ്പിറ്റലാണ് അലോപ്പതി ഹോസ്പിറ്റൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ എന്ത് കാണുന്നില്ല, ആയുർവേദവും ഹോമിയോ ഒന്നും കാണാം. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ട്രസ്റ്റ്, നമ്മളെ കണ്ണിന് മുന്നിൽ കാണുന്ന സംഭവങ്ങളോട് സ്വാഭാവികമായിട്ട് ജനങ്ങൾക്കൊരു വിശ്വാസം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതൊരു സൈക്കോളജിക്കൽ എഫക്റ്റാണ്. അപ്പോൾ ഭൂരിപക്ഷം ആൾക്കാർ എന്ത് ട്രീറ്റ്മെൻറ്റിന് പോകും, ആ ട്രീറ്റ്മെൻറ്റ് തന്നെ പോകും. പക്ഷേ പലപ്പോഴും പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് ടേൺ ചെയ്യുന്നത്. ഇപ്പം ഞാൻ നാച്ചുറോപ്പതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നാച്ചുറോപ്പതി ചെയ്തുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട പല കേസും പല പേഷ്യൻസിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഒന്നുമില്ല. അതിനെന്താ ഞാനെന്താ മരുന്ന് കൊടുത്തിട്ടാണോ? അല്ല, ഒരു മരുന്നും കൊടുത്തിട്ടല്ല. കാരണം അലോപ്പതി തന്നെ പറയുന്നത് 90% രോഗത്തിനും കാരണം ലൈഫ് സ്റ്റൈലാണെന്ന്. ഞാനവരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റി എന്നുള്ളതാണ്. ലൈഫ് സ്റ്റൈൽ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവരുടെ ഡയറ്റ് കാര്യങ്ങൾ എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ചിട്ട് അവരെ നിലവിലുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ രോഗമുക്തമാകും. വളരെ മാരകമായിട്ടുള്ള രോഗങ്ങൾ വരെ എന്താ പറയുക, വൈദ്യശാസ്ത്രം ഒന്നും മാറ്റാൻ കഴിയാതിരുന്ന പല രോഗങ്ങളും ലൈഫ് സ്റ്റൈൽ മാറ്റിയതിലൂടെ മാത്രം മാറിയ അനുഭവമുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നത്, എല്ലാ വൈദ്യശാസ്ത്രവും ഇവിടെ അനിവാര്യം തന്നെയാണ്. എല്ലാ വൈദ്യശാസ്ത്രങ്ങളും ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ കാരണം അതിനെന്തുണ്ട്, എല്ലാ വൈദ്യശാസ്ത്ര റിസൾട്ട് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഏറ്റവും മുൻപന്തിയിൽ അലോപ്പതി എന്നത് ഏറ്റവും ഉയർന്നു നിൽക്കാൻ കാരണം അത്യാഹിതം ശസ്ത്രക്രിയ അവരുടെ കയ്യിലായത് കൊണ്ട് മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഇതാണ് എൻ്റെ റിയാലിറ്റി ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് അതിനൊന്ന് ഉത്തരം കൊടുത്തത്. ആ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.